ശലഭം വഴിമാറുമാമിഴി രണ്ടിലും നിൻ സമ്മതം. നമസ്കാരം. ചരിത്ര പ്രാധാന്യമുള്ള തൊടീക്കളം ശിവക്ഷേത്രത്തിലാണ് നമ്മളുള്ളത്. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ക്ഷേത്രം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ചുമർ ചിത്രകലയുടെ കേദാരഭൂമിയായ തൊടീക്കളം ശിവക്ഷേത്രത്തിൽ എത്തിയിരിക്കുന്നത് മലയാളികളുടെ പ്രിയങ്കരിയായ നടിയാണ്. മേഡം നമസ്കാരം. നമസ്കാരം. എങ്ങനെയുണ്ട് അമ്പലത്തിൽ വന്നിട്ട്? എങ്ങനെയുണ്ടെന്ന് പറഞ്ഞാൽ ഇതൊരു അനുഭവമാണ്. എനിക്ക് വളരെ ക്വയറ്റ് ആയിട്ടുള്ള ഒരു പ്യുവർ ഫീലിംഗ്. വളരെ പഴയ ടെമ്പിളാണ്. ആ മ്യൂറൽസ് കണ്ടപ്പോൾ ആ ഒരു ചുറ്റുപാട് ആൻഡ് ദ വൈബ്രേഷൻ, ശരിക്കും പറഞ്ഞാൽ ദ വൈബ്രേഷൻ ഈസ് സോ ബ്യൂട്ടിഫുൾ, ഡിവൈൻ. ഇറ്റ് ഈസ് ഡിവൈൻ. ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മലയാളിക്ക് ഒരുപാട് ഇഷ്ടമാണ്. കൊച്ചു കൊച്ചു സന്തോഷങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മലയാളിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അങ്ങയുടെ ലൈഫുമായി ചേർന്ന് നിൽക്കുന്ന ആക്ട്രസ്, ഡാൻസർ എന്നല്ലേ, എന്താണ് സിനിമയിൽ? അത് ഡെഫിനറ്റ്ലി ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. അത് ഇത്ര ഒരു ഫെയിം എനിക്ക് തരും, ഇത്ര ഒരു പേര്, ഇത്ര ഒരു സ്നേഹം, മലയാളി പ്രേക്ഷകർക്കുള്ള എങ്ങനെ ഒരു സ്നേഹം എൻ്റെ പറ്റി അത് തരുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു. ആൻഡ് എൻ്റെ ലൈഫ് അതിന് പറഞ്ഞാൽ ആക്ച്വലി കണക്ഷൻ ഇല്ല. ഞാൻ ഡാൻസറാണ്, ഡെഫിനറ്റ്ലി ഡെഡിക്കേറ്റഡ് ഡാൻസറാണ്. പക്ഷേ അതൊക്കെ വേണ്ടി എല്ലാം ത്യജിച്ചിട്ട് അതൊക്കെ ഒരു ആംബിഷൻ വെച്ചിട്ട് എനിക്ക് ഇങ്ങനെ ഞാൻ ഭയങ്കര ഡാൻസറാണോ, ഇവിടെ ഡാൻസ് ചെയ്യണം, അവിടെ ഡാൻസ് ചെയ്യണം, അങ്ങനെ ഞാൻ ആളല്ല. ഐ ഗോ വിത്ത് ദ ഫ്ലോ, ഒരു സ്റ്റേജ് ടു ഒരു സ്റ്റേജ്. സോ ഇറ്റ്സ് പാർട്ട് ഓഫ് മൈ ലൈഫ്. ഇറ്റ് ഈസ് മൈ ലൈഫ് എന്നാ പറയാം. ആദ്യ സിനിമ മമ്മൂക്കയുടെ കൂടെ, അറിയാൻ നിങ്ങളുടെ വീട്. അതില് ഹിന്ദി സംസാരിക്കുന്ന മമ്മൂക്കയുടെ ഭാര്യയായിട്ട് ലോഹിയേട്ടന്റെ സ്ക്രിപ്റ്റ്, ബ്രില്യന്റ് റൈറ്റർ അല്ലെ. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ജയ അപ്പോൾ എനിക്കെല്ലാം അത്ഭുതം തോന്നി. എനിക്ക് ഒട്ടും ഒരു വാക്ക്, ഒരു വേർഡ് മലയാളം അറിയില്ലായിരുന്നു. ലോഹിത് സാർ ഇത്ര വലിയ ഡയറക്ടർ ആളെനിക്ക് അറിയില്ലായിരുന്നു. ജസ്റ്റ് ഞാൻ ഒരു ട്രൈ ചെയ്യാൻ വേണ്ടി വന്നതാ. സോ അതൊരു എനിക്കൊരു പിക്നിക് പോലെ ഇപ്പൊ തോന്നി. ഓർമ്മകളെല്ലാം ഒരു സ്കൂൾ പിക്നിക് പോലെ, എല്ലാം അത്ഭുതം, എവറിഡേ എല്ലാം, ഇൻക്ലൂഡിങ് മീറ്റിംഗ് മമ്മൂക്ക. സോ ഇറ്റ് വാസ് ഓൾ ഇൻ ഓൾ എ വെരി ബ്യൂട്ടിഫുൾ ഫൺ എക്സ്പീരിയൻസ്. പിന്നെ ലാലേട്ടന്റെ കൂടെ കുറേ സിനിമകൾ ചെയ്തു അല്ലേ? ഒരുപാട് സിനിമകൾ ലാലേട്ടന്റെ കൂടെ ചെയ്തില്ലേ? എത്ര സിനിമകൾ ചെയ്തിട്ട് ലാലേട്ടൻ? അറിയില്ല, 3-6 or something ചിലപ്പോ ഉണ്ട്. ഒരുപാട് കീർത്തി ചക്രയിൽ ആ സോങ് ഒക്കെ കേരളത്തിലേറെ വൈറലാണ്. മുകിലേ മുകിലേ നീ ദൂതുപോ ഇന്നകലേ അകലേ കുഞ്ഞുരാക്കി. പണ്ട് കേരളത്തിലൊരു മാഗസിൻ നടത്തിയ ഒരു ഇന്റർവ്യൂ പറഞ്ഞത് കേരളത്തിലെ ഏറ്റവും ബ്യൂട്ടിയുള്ള ആക്ട്രസ് ആരാന്ന് ചോദിച്ചപ്പോൾ മേഡത്തിന്റെ പേരായിരുന്നു അന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ വോട്ട് ചെയ്തത്. യെസ്, ഏറ്റവും കൂടുതൽ കേരള തനിമയുള്ള ഒരു ആക്ട്രസ് ആരാന്ന് ചോദിച്ചപ്പോൾ നല്ല വോട്ട് വേണ്ടത് മേഡത്തിലാണ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് മലയാളം. എന്താണ് മലയാളത്തിലേക്ക് പുതിയ പ്രോജക്റ്റുകളായും വരാനുണ്ടോ? ഇല്ല, എനിക്ക് കുറെ സ്ക്രിപ്റ്റ്സ് വരുന്നുണ്ട് സത്യം പറഞ്ഞാല്. ബട്ട് എനിക്ക് I want to do some modern cinema, some good cinema. കുറെ റോൾസ് ചെയ്തിട്ടുണ്ട്, സെയിം തിങ് അഗൈൻ ആൻഡ് അഗൈൻ എനിക്ക് താല്പര്യമില്ല. സോ ഐ വാണ്ട് ടു ഡു സം ജെൻസി പ്രോജക്ട്സ് ആക്ച്വലി. നോക്കാം. അപ്പൊ നല്ല കഥകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഡെഫിനറ്റ്ലി നല്ല മുഹൂർത്തങ്ങളായി മലയാളികളുടെ കൂടെ ഒന്നും ഉണ്ടാകണം. നമ്മുടെ പ്രിയപ്പെട്ട ആക്ട്രസ് ആണ്. തന്നെ എല്ലാവർക്കും എനിക്ക് എന്താ പറയാം, ഇതൊരു ജസ്റ്റ് നന്ദി അല്ലേ, എവിടെ പോയാലും നന്ദി അല്ല പോരാ, ഇതൊരു കണക്ഷൻ ആണ്. ഇതൊരു നമുക്ക് പറയാതെ ഒരു സത്യം. എനിക്ക് അത് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. ബിക്കോസ് എനിക്ക് അങ്ങനെ എല്ലാരും എന്നെ സ്വീകരിക്കണമെന്ന് ഒരു ആശ, ഒരു സ്മോൾ മോളെപ്പോലെയാണ്. ഇപ്പൊ നമ്മൾ അമ്മേനെ കണ്ടു, എല്ലാവർക്കും ഒരു മോളെ ഫീലിംഗ് ആണ്. മോളാണ്, ഒരു അനിയത്തിയാണ്. എന്താ നിങ്ങൾ ഒന്നാമത് കേരളത്തോട് എല്ലാം കൊണ്ടും അടുത്ത് നിൽക്കുന്ന ഒരാളാണ്. അതെങ്ങനെ, അത് റിയലി നമുക്കൊരു ദൈവം തന്നെ ഒരു ബ്ലെസ്സിങ് അല്ലേ. ഇത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ആർക്ക് എങ്ങനെ അവരെങ്ങനെ ഇഷ്ടപ്പെടുന്നു, എന്തിനാ ഇഷ്ടപ്പെടുന്നു നമുക്ക് പറയാൻ പറ്റത്തില്ല. ഏതോ അവർ എന്നെ മലയാളിനെ സ്വീകരിച്ചിട്ട് അവർക്ക് they also think ഏതോ പാലക്കാടോ വിചാരിക്കും. ബട്ട് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ. ഈ ഭൂമി, ഈ കൾച്ചർ, ഈ കല, ഇവിടുത്തെ ജനങ്ങൾ, എന്താ പറയാം, എനിക്ക് വളരെ ഇറ്റ്സ് എ വെരി ബിഗ് പാർട്ട് ഓഫ് മൈ ലൈഫ്. അതിനാ പറയാം. ഭാഗ്യവതിയാണ് ഞാൻ ശരിക്കും. നൃത്തം ചെയ്യാൻ കഴിയും, കലാകാരിയാവുക എന്ന് പറയുമ്പോൾ തന്നെ ഭാഗ്യവതിയാണ്. പ്രത്യേകിച്ച് നൃത്തം ചെയ്യാൻ കഴിയുക. ഈ സൗത്ത് ഇന്ത്യയിൽ ഒരുപാട് എന്തറിയാമോ, മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി കേരളയിലെ ഒരു ക്ലാസിക്കൽ ആർട്ടിസ്റ്റ് ഒരു റെസ്പെക്ട് തരുന്ന ജനങ്ങൾ കാണുമ്പോൾ കേരള
They are very, very respectful to art, artists. അത് ഞാൻ ഹൃദയത്തോട് ഇങ്ങനെ ചേർത്ത് വെക്കുകയാണ്. ഞാനത് കണ്ടിട്ടില്ല. അത് ഇവിടുത്തെ കൾച്ചറാണ് അത്. ഇറ്റ് സ്പീക്സ് അബൌട്ട് ദ കൾച്ചർ ഓഫ് പീപ്പിൾ ഹിയർ. എന്നും കലാകാരന്മാരെ സ്നേഹിക്കുകയും അവരെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുകയും അവരുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന ഒരു കൾച്ചറാണ് കേരളത്തിനുള്ളത്. ശരിയാ. അപ്പൊ അതിലേക്ക് ഞങ്ങളുടെ സ്വന്തമായി കടന്നു വന്ന കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, അരയന്നങ്ങളുടെ വീട്, എത്ര സിനിമകളാണ് ചെയ്തതറിയോ. മലയാളികൾക്ക് എന്നും ഓർമ്മിക്കാൻ ഒരുപാട് നല്ല സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഇനിയും നല്ല സിനിമകളായിട്ട് മേഡം കേരളത്തിലേക്ക് വരണം. നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ലക്ഷക്കണക്കിന് പ്രേക്ഷകർ കേരളത്തിലുണ്ട്. താങ്ക് യു.